23 വർഷങ്ങൾ. അതെ, നീണ്ട 23 വർഷങ്ങൾ. കൊളംബിയൻ നഗരവേദിയിൽ ആവേശാർമാദങ്ങൾ നിലച്ചിട്ട് 23 വർഷങ്ങൾ താണ്ടിയിരിക്കുന്നു. 2001 ശേഷം ഇതാ മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ യുദ്ധഭൂമിയിൽ കലാശപ്പോരാട്ടത്തിന് ആ മഞ്ഞക്കുപ്പായക്കാർ രംഗത്തിറങ്ങുന്നു. എതിരാളികൾ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയാണ്. ഒരുപക്ഷെ അത് നിലനിർത്താനുള്ള കഠിന ശ്രമങ്ങൾ അങ്ങ് അമേരിക്കയിൽ ആ പ്രഭാതത്തിൽ കണ്ടെന്ന് വരാം. പക്ഷേ കഴിഞ്ഞ 28 മത്സരങ്ങളിൽ ഒരടി പോലും പിറകോട്ട് നിൽക്കാതെയാണ് കൊളംബിയ എന്ന കറുത്ത കുതിരകളുടെ തേരോട്ടമെന്നോർക്കണം. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവർ എത്രമാത്രം ആ കിരീടത്തിന് കൊതിക്കുന്നുണ്ട് എന്ന്. 2024 കോപ്പ അമേരിക്കയിൽ അപരാജിതരായി പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്ന കൊളംബിയ അവരുടെ ലക്ഷ്യ സഫലീകരണത്തിനായി ഒരുങ്ങി തയ്യാറാവുന്നു. അവർക്കൊരു തിരിച്ചുവരവിൻ്റെ കഥ തന്നെ പറയാനുണ്ട്. അതെ, ശൂന്യതയിൽ നിന്നും ഒരു രാജ്യം ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ കഥ. കൂടെ അവരുടെ നായകനും തിരിച്ചു വന്നിരിക്കുന്നു. ലോക ഫുട്ബോൾ മറന്നു തുടങ്ങിയ ജെയിംസ് റോഡ്രിഗസ് എന്ന നാമം ഇന്ന് കോപ്പയിലെ ഏറ്റവും നല്ല കളിക്കാരനെന്ന് വാഴ്ത്തപ്പെട്ടിരിക്കുന്നു. അതെ, ഈ തിരിച്ചുവരവിനെ എതിരാളികൾ ഭയക്കേണ്ടതുണ്ട്. എന്തു കൊടുത്തും അത് നേടിയെടുക്കാൻ അവർ തയ്യാറായിരിക്കും. ഇത്തവണ ലാറ്റിൻ അമേരിക്കൻ മാമാങ്കത്തിന് തിരികൊളുത്തപ്പെടുമ്പോൾ പലരെയും നിറപ്രതീക്ഷകളോടെ വീക്ഷിക്കപ്പെട്ട ഫുട്ബോൾ ആരാധകരുടെ മനസ്സിലേക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് കൊടുത്തിട്ടാണ് കൊളംബിയ എന്ന രാജ്യം തേരോട്ടം തുടങ്ങപ്പെടുന്നത്. പിന്നീട് ടൂർണമെൻറ്റിലെ കറുത്ത കുതിരകളെന്ന് ലോക ഫുട്ബോൾ അവരെ വാഴ്ത്തപ്പെട്ടു. എന്നാൽ ഇന്നിൻ്റെ നിറവേദിയിൽ ഇതാ ഒരു കോപ്പ അമേരിക്ക ഫൈനലിൽ പന്തു തട്ടാൻ ഒരുങ്ങി തയ്യാറായി നിൽക്കുന്നു. സാക്ഷാൽ ബ്രസീലിനെ കീഴടക്കിയ ഉറുഗ്വേയെയും ചതച്ചരച്ചിട്ടാണ് അവർ ഫൈനലിലേക്ക് കയറി വന്നത്. അതെ, കൈനിറയെ പ്രതീക്ഷകളാണ്. 1975-ലും 2001-ലുമാണ് അവസാനമായി ഫൈനൽ വേദിയിൽ കൊളംബിയ പന്ത് തട്ടുന്നത്. 1975-ൽ പെറുവിനോടേറ്റ തോൽവി നീണ്ട 26 വർഷത്തിന് ശേഷം 2001-ൽ ചിലിയോട് പ്രതികാരം തീർത്തു. പിന്നീട് ഇതാ മൂന്നാമത്തൊരു ഫൈനലായി 2024 ലാറ്റിൻ അമേരിക്കൻ യുദ്ധഭൂമിയിലേക്ക് അവരും കടന്നു വന്നിരിക്കുന്നു. അതെ, നിറപ്രതീക്ഷകളോടെയാണ് ഹമിസ് റോഡ്രിഗസും ടീമും ഇത്തവണ പന്ത് തട്ടാനൊരുങ്ങുന്നത്.